പി സി ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ, അതെ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ കേൾക്കുന്ന വാർത്ത പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യും, അത് ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം നമുക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഇതുവരെ എത്തിയത് പി സി ജോർജിൻ്റെ അറസ്റ്റിലേക്ക് വരെ എത്തി നിൽക്കുന്നതിൽ സർക്കാരിന് അതിൽ പങ്കില്ലേ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികാര ബുദ്ധിയല്ലേ ഇതിൽ കളിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അത് സാധാരണക്കാരൻ്റെ സംശയമാണ്. ആ സംശയത്തിൽ അർത്ഥമുണ്ട് താൻ. പി സിയുടെ വിഷയം പറയുമ്പോൾ പി സിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി സാഹചര്യത്തിൽ അറസ്റ്റ് എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു വിശ്വാസം. അറസ്റ്റിലേക്ക് എന്തായാലും ചേട്ടൻ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെയുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികാരമാണ് ഈ സംഭവം എന്നത്. അത് ഉറപ്പാണ്. അതിപ്പോൾ അരിയാഹാരം കഴിക്കുന്ന കേരള ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്. പിണറായി വിജയൻ്റെ തന്നെ കളിയാണ്, അല്ലെങ്കിൽ പിണറായിയുടെ ആ ഒരു ശില്പന്തികളുടെ ഒരു കളി തന്നെയാണ് ഇത് എന്നുള്ളത്. എന്നുവെച്ചാൽ പി സി ജോർജ് പറഞ്ഞത് തെറ്റോ ശരിയോ എന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. അതെ, പക്ഷെ പി സി പറഞ്ഞ ആ ഒരൊറ്റ പോയിന്റ്, മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞതിൽ നിന്നും ചിലരെങ്കിലും എന്നുള്ള ഒരു എക്സ്ട്രാ ഒരു വേർഡെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഒരു എക്സ്ക്യൂസ് കിട്ടിയേനെ. പിന്നെ അത് ശരിയോ തെറ്റോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, പി സി പറഞ്ഞത് തെറ്റാണ് എന്നിരിക്കട്ടെ, തെറ്റാണ് എങ്കിൽ പി സി മാത്രമാണോ ഈ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പി സിയിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമാണോ ഇത്? പി സി അല്ലാതെ എത്രയോ ആളുകൾ ഇതുപോലെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്ഥിരം പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ഈവൻ നമ്മുടെ മീഡിയ വൺ ചാനൽ പോലും, ആ ചാനലിൻ്റെ അകത്ത് അവർ വരുന്ന നൈറ്റ് ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്കകത്ത് പോലും എത്ര മോശമായിട്ടാണ് ഇത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയും തീവ്രവാദികളെ പോലും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ ഇല്ലാത്ത നിയമ നടപടി പി സിക്ക് മാത്രം എതിരെയായിട്ട് വരുന്നു. അതും ഒരു മാസം മുന്നേ നടന്ന ചർച്ചയുടെ ആ ഒരു വിഷ്വൽ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇതുപോലൊരു കേസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും പ്രതികാര നടപടിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കൂട്ടത്തിൽ ഇപ്പോൾ പി സി അത് പറഞ്ഞു എന്നുള്ളത് തന്നെ, പി സി പ്രതികാര നടപടി എന്ന് പറയുമ്പോൾ പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യനോടല്ല ഇതിൽ കൂടുതൽ വിരോധം. എനിക്ക് തോന്നുന്നു ഷോൺ ജോർജ് പർട്ടിക്കുലർലി ഇപ്പം നടത്തുന്ന ഷോൺ ജോർജ് നടത്തുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ, അതായത് മകളെ തൊട്ടാ കളിച്ചിരിക്കുന്നത്. സാമ്പത്തിക പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ SFIOയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അന്വേഷണവുമായി ഷോൺ ജോർജ് പോകുന്ന സാഹചര്യത്തിൽ മകനെ നിലക്ക് നിർത്താൻ അറിയാൻ മേലാത്ത അച്ഛനെ പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു എയിം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പി സിയെ അകത്താക്കി അതുവഴി ഷോൺ ജോർജിനെ സമ്മർദ്ദത്തിലാക്കി ഈ ഒരു കേസിൽ നിന്നും പിൻവാങ്ങുക, അല്ലെങ്കിൽ അതിനൊരു പകരം വീട്ടുക, അതുപോലെ എന്തെങ്കിലും ഒരു ലക്ഷ്യമായിരിക്കണം ഇവിടെ ഉണ്ടാവുന്നത്. ഷോൺ ജോർജ് അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് ഈ ഒരു കേസിൽ മുന്നോട്ട് പോകുന്നത്. അത് വീണ വിജയനെ എല്ലാ അർത്ഥത്തിലും പൂട്ടിക്കൊണ്ടുള്ള ഒരു വരവാണ്. ഷോൺ ജോർജിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തെളിവുകൾ ചെറുതല്ല എന്നുള്ളത് ഷോണിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഷോണിന് ആ തെളിവുകൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ, അതായത് സീക്രട്ട് ഫയൽസ് ആണത്, അതങ്ങനെ പുറത്ത് വരാൻ പാടില്ലാത്ത ഫയൽസ് ഷോണിന് കിട്ടി. അപ്പോൾ ആ കിട്ടിയതിനെതിരെ പോലും, ഷോണിൻ്റെ കയ്യിൽ ഈ സാധനം വന്നതിനെതിരെ പോലും അന്വേഷണം നടന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കുക, അതിലൂടെ ഒരു കോംപ്രമൈസിലേക്ക് പോവുക, അല്ല എന്നുണ്ടെങ്കിൽ പ്രതികാരം ചെയ്ത് പേടിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെ കുറച്ച് വിഷയങ്ങളായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നുവെച്ചാൽ പി സിയിലെ മാത്രമല്ല ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പി സിയെ മാത്രമാണ് എന്നുണ്ടെങ്കിൽ, പി സി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്കറിയാം, പി സി വാപോയ കോടാലി എന്നൊക്കെ പലരും പറയുമെങ്കിലും പി സി നമ്മൾ അറിഞ്ഞെടുത്തോളം ആ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാക്കിയെടുത്തത് ശരിക്കും ഈരാറ്റുപേട്ടക്കാർക്ക് വേണ്ടി, ആ പൂഞ്ഞാറുകാർക്ക് വേണ്ടി, പൂഞ്ഞാറിലൊരു പോലീസ് സ്റ്റേഷൻ, കോടതി, വില്ലേജ് ഓഫീസ്, അങ്ങനെ ഓരോന്നും കിട്ടില്ല എന്ന് കരുതിയ ഓരോന്നും പൂഞ്ഞാറുകാർക്ക് സ്വന്തമാക്കി കൊടുത്ത ഒരൊറ്റയാൻ തന്നെ ആയിരുന്നു പി സി. അങ്ങനെയുള്ളത് കൊണ്ടാണ് പി സി ഇപ്പോഴും ജനഹൃദയങ്ങളിലേറ്റിയ കുറേ ആൾക്കാർ, ജനങ്ങളെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്നതും കുറേ പേര്. അതിൻ്റെ ഇടയിൽ ഈ ചില സമയത്ത് പി സിയുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കുറച്ച് കൈവിട്ട് പോകാറുണ്ട്, ഇല്ലയെന്നൊന്നുമല്ല. പക്ഷേ
ഈ പൂഞ്ഞാറിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ഒരു സംഭവം വന്ന സമയത്ത് മുസ്ലിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ പോലും PC കയറിയ അവിടെ ഭ്രഷ്ട് വരുന്ന രീതിയിൽ അത്രയും ആ ഒരു നാട്ടിൽ PC ജോർജ് എന്ന് പറയുന്ന മനുഷ്യന് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു അവർ. അപ്പോൾ അത്രയും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച് അങ്ങനെ വന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനും അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനത്തെ പോയ വാക്കുകളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ PC പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് നോക്കുന്നതിനപ്പുറം PC മാത്രമാണോ, PC പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ PC മാത്രമാണോ ഇങ്ങനെ പറയുന്നത്? PCക്കെതിരെ മാത്രമായിട്ട് ഇപ്പോൾ ഇത് നീങ്ങിയിരിക്കുന്നത്, PCക്കെതിരെ മാത്രം ഇത്രയും ഇതായിട്ടുള്ള രീതിയിൽ PCനകത്ത് അടച്ചേ ഒടുങ്ങൂ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളുടെ സർക്കാർ ഈ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് PC ജോർജിനെ സംബന്ധിച്ച് PC ജോർജ് അങ്ങനെ മുട്ടുമടക്കുന്ന ആളാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഇവർക്കൊക്കെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം പോലെ തന്നെ PC ജോർജിനും ഒരു രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇടിച്ച് തന്നെ നിൽക്കും. അദ്ദേഹം ഒളിവിലൊന്നും പോവില്ല. അവർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് തന്നെ അദ്ദേഹം തീരുമാനിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഷോൺ ജോർജ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഈ പിണറായി സർക്കാർ, അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു വേള വർഷങ്ങൾക്ക് മുമ്പ് നയനാരുടെ മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന് പൊളിറ്റിക്കലി എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ പരാജയമായിരുന്നത് കൊണ്ട് തന്നെയാണ് നയനാരുടെ അവസാന ഗവൺമെൻറ് കൂപ്പുകുത്തി താഴെ പോയി. ഇപ്പോൾ ഈ പിണറായി സർക്കാർ താഴെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ആ സർക്കാരിൻ്റെ അവസാന നാളുകൾ കേരള ജനത കണ്ടത്. എന്നിട്ട് എത്രയെങ്കിലും കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു LDF സർക്കാർ വരുന്നത്. അന്ന് ഇവിടെ നാമെല്ലാം അതായത് ഈ പറയുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെയും അതായത് അവരുടെ പാർട്ടി CPM എന്ന പാർട്ടിയുടെ അണികളിലൂടെയും ഇപ്പോഴും പറയുന്നുണ്ട്, ഒരു ഉദാഹരണം മുന്നിലുണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിന് ഈ P ശശിയെ വീണ്ടും പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് PC ജോർജ് എന്ന നേതാവിനെ കുരുക്കുന്നതിന് ഈ പറയുന്ന പൊളിറ്റിക്കലി ഈ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് സരിതയുടെ മേൽ എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറഞ്ഞത്. ശരിക്കും ആ ആരോപണത്തിൽ ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ്, അതായത് ഇന്ന് വരെ ഈ നിമിഷം വരെ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള പൊളിറ്റിക്കലി ഉള്ള പല തീരുമാനങ്ങൾ, ഇപ്പോൾ PV അൻവറിനെ അറസ്റ്റ് ചെയ്തത് ഒക്കെ തന്നെ നമ്മളൊരു ഭയങ്കര നാടകമാണ് പോലീസിനെ വെച്ച് ഈ പറയുന്ന പിണറായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടുത്തെ ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാം. അപ്പോൾ അത്തരത്തിലൊരു, അതായത് തൻ്റെ അധികാരവും താനിപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ അധികാരവും അതിന്മേലുള്ള അഹങ്കാരവും കൂടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ PC ജോർജിനെ അനുകൂലിച്ച് അല്ലെങ്കിലും അദ്ദേഹത്തിന് എതിർത്തായിരുന്നാലും സ്വന്തം മനസാക്ഷിയെ സാക്ഷി നിർത്തി ഏതെങ്കിലും ഒരു നേതാവ് അല്ല എന്ന് പറയട്ടെ എന്നൊരു ചോദ്യം മാത്രമേ എൻ്റെ മനസ്സിൽ തോന്നുന്നുള്ളൂ. കാര്യം ആരെ തങ്ങളുടെ രാഷ്ട്രീയ വിരോധിയായിട്ടുണ്ടോ അവരെ പ്രതികാര ബുദ്ധിയോടെ നീങ്ങാനുള്ള പിണറായി വിജയൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളെ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്ന് തിരിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രകടനമൊക്കെ നാം കണ്ടതാണ്. പിന്നെ മടിയിൽ കനമില്ല, അതുകൊണ്ട് പോകാൻ പേടിയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. പദങ്ങളൊക്കെ കേൾക്കാനും പിന്നെ ഉപമകളൊക്കെ പറയാനും അതൊക്കെ പറയുന്നത് കേൾക്കാനും സുഖമാണ് എന്ന് മാത്രമേ ഉള്ളൂ സാർ. അല്ലാതെ അതൊന്നും പ്രവൃത്തിയിൽ ഞങ്ങൾ ഇവിടെ കാണുന്നില്ല. PP ദിവ്യ എന്ന നിങ്ങളുടെ ഒരു പാർട്ടി നേതാവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പാർട്ടിയുടെ വേദിയിലൊക്കെ താങ്കൾ സംസാരിച്ചല്ലോ. സംസാരിച്ചതൊക്കെ ആ പറയുന്ന പദപ്രയോഗം മാത്രമേ ഉള്ളൂ. നാം ഇവിടെ കണ്ടതാണ്. ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ PP ദിവ്യയെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നിങ്ങളുടെ പല ഘടകങ്ങളും, കണ്ണൂരത്തെ ഘടകവും അല്ലാത്ത ഘടകങ്ങളും മേൽഘടകവും കീഴ്ഘടകവും പാർട്ടി ഘടകങ്ങളൊക്കെ ശ്രമിച്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടൊരു പ്രതികാര ബുദ്ധിയോടെ ഈ സർക്കാർ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഇനി വരുന്ന കുട്ടികൾ ഇങ്ങനെ ഒരു ചരിത്രം ഇങ്ങനെ ഒരു പിന്നെ ആരാ പറയുക, ഒരു ഏകഛത്രപതിയായ
ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ഉട്ടോപ്യൻ തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളായ തീരുമാനങ്ങൾ ആയിരുന്നു എന്നും ഈ കാലം പറയുന്നൊരു കാലം ഉണ്ടാകും. അന്നിത് വായിക്കുന്നവർ കേൾക്കുന്നവർ മൂക്കത്ത് വിരൽ വയ്ക്കും, എന്നാലും ഇത്രയ്ക്കും മ്ലേച്ഛമായ കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിരുന്നല്ലോ എന്ന്. കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധി ഉണ്ടാകുന്നത് പിന്നീടാണ് എന്നാണ് കാലം ഇതുവരെ തെളിയിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും. കാര്യം കമ്പ്യൂട്ടറിനെ എതിർത്തു, ഇപ്പോൾ സർവകലാശാലയെ എതിർത്തു, ഇനി ഈ കാണിക്കുന്നത് PC ജോർജിനെ നിങ്ങളിപ്പോൾ തുറുങ്കിലടയ്ക്കാൻ പോകുന്നു. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ പേടിച്ചൊന്നും പോകുന്ന ആളൊന്നും അല്ലെന്ന്. ഇദ്ദേഹത്തിൻ്റെ മകളെ ഈ പറയുന്ന രീതിയിൽ പിന്നെ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാശ് വാങ്ങിച്ചതിൻ്റെ തെളിവ് ഇപ്പോൾ ഇനി SFIO അന്വേഷണത്തിൽ അത് തെളിയുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മകളെ പൂട്ടണമെങ്കിൽ പൂട്ടും. അതിൽ ഷോണിന് എന്തായാലും തന്തയ്ക്ക് പിറന്ന മകൻ എന്നൊക്കെ പറയുന്നത് പോലെ അയാളൊരു മിടുക്കനാണ്, അയാൾ മിടുക്കനായൊരു പയ്യനാണ്. ഷോൺ ജോർജിന് എല്ലാവിധ പിന്തുണയും തീർച്ചയായിട്ടും ഈ കേരള ജനതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ജോർജ് അങ്ങനെ ഇങ്ങനെ കാലിടറി പോകുമെന്നോ ജോർജിനെ മുട്ടിടിക്കുമെന്നോ നല്ല ബുദ്ധിയുള്ളവർ കരുതുന്നില്ല. രാഷ്ട്രീയമായി എതിരിടുന്ന പിണറായി വിജയൻ്റെ ഈ തന്ത്രം ഒരു മണ്ടത്തരമായിരുന്നു ഈ തീരുമാനമെന്ന് മനസ്സിലാക്കുന്ന കാലം വിദൂരമല്ല.